വെൽ, ഈ സ്കൂളിൽ തന്നെ മകനെ ചേർത്തണം എന്നുള്ളതിന്റെ കാരണം? അത് പിന്നെ നമ്മൾ അയൽവാസിക്കും കുടുംബക്കാർക്കും ഒരേ നിർബന്ധമാണ്. ഇവിടെ തന്നെ എന്റെ മോൻ സുക്കൂറിനെ ചേർത്ത് പഠിപ്പിക്കണമെന്ന്. ഓഹ്, വെരി നൈസ്. താങ്കളുടെ വീടും ഈ സ്കൂളും തമ്മിൽ ഒരു 60 കിലോമീറ്ററിന്റെ ദൂരവ്യത്യാസം കാണില്ലേ? അപ്പോ അവിടെയെല്ലാം ഞങ്ങളുടെ സ്കൂൾ വളരെ ഫേമസ് ആണല്ലേ? വെരി ഗുഡ്. പിന്നെ അവിടൊക്കെ ഈ സ്കൂളിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇപ്പോ ഞങ്ങളുടെ നിയമങ്ങൾ പറഞ്ഞു തരാം. 5 ലക്ഷം രൂപയാണ് ഡൊണേഷൻ. ഓ, അതൊക്കെ നേരത്തെ അറിയാം. പൈസ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്കളൊരു ജീനിയസ് തന്നെ. പിന്നെ 2 ഗവൺമെന്റ് ജീവനക്കാരുടെ ശുപാർശ കത്ത് വേണം. മറ്റൊന്നിനും വേണ്ടിയല്ല, കുട്ടിയുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയാണ്. ഓ, 2 കത്തല്ലേ? അതൊക്കെ റെഡിയാണ്. ഒന്ന് കലക്ടറെ, മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രിന്റെ. അതുപോലെ. ഓ, മതി മതി മതി, ധാരാളം മതി. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. യു ആർ റിയലി എ ജീനിയസ്. അല്ല, ഇനി എന്തെങ്കിലും വേണോ? ഇനി കാശായി, ശുപാർശ കത്തായി, പിന്നെ ഇനിയൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് ഇത്രയും കാശും ശുപാർശ കത്തും, അതും ഒന്ന് കലക്ടറും ഒന്ന് മന്ത്രിയും എങ്ങനെ സാധിച്ചു? കാശ് നമ്മൾ അയൽവാസികളും കുടുംബക്കാരൊക്കെ പിരിച്ചെടുത്തു തന്നാണ്. ഓ, ഐക്യം ഐക്യം. ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ആയിട്ട് നല്ല ഐക്യത്തിലാണല്ലേ? ശുപാർശ കത്തോ? നമ്മൾ അയൽവാസി ഒരുത്തനാണ് മന്ത്രിന്റെ BA, പിന്നെ മറ്റൊരുത്തൻ കലക്ടർ ഡ്രൈവറും. ഓല് എങ്ങനൊക്കെ ഒപ്പിച്ചുകൊണ്ടോന്നാണ്. നമ്മളിതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അയൽവാസി നന്നായ കണ്ണാടി വേണ്ടെന്നല്ലേ? അതങ്ങനെയല്ലല്ലോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ? അതിപ്പോ എങ്ങനെ പറയാന്ന്? ഹ്യൂമർ സെൻസ്, ഹ്യൂമർ സെൻസ്. അയൽവാസികൾക്കൊക്കെ നിങ്ങളുടെ കുടുംബത്തോട് നല്ല സ്നേഹമാണല്ലേ? പിന്നെ ഈ സ്കൂളാകുമ്പോ ഹോസ്റ്റലിൽ നിർത്തല്ലോ. സ്കൂള് പൂട്ടുമ്പോ മാത്രല്ലേ ഓൻ അങ്ങോട്ട് വരുള്ളൂ. അതെ അതെ, ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ ചെറിയ എന്റെ മോനായോണ്ട് പറയല്ല സാറേ. ഇവൻ പോരയിലുണ്ടായാലേ എനിക്ക് മാത്രല്ല അയൽവാസിക്കും കുടുംബക്കാർക്കും ഒക്കെ ഒരു ശല്യാണ്. അത് വെച്ച് നോക്കുമ്പോ ഈ 5 ലക്ഷം ഉറുപ്പിയൊന്നും ഒന്നല്ല സാറേ. എന്നാ പിന്നെ നമ്മള് തരട്ടെ. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി.